MK ഫൈസിക്ക് വേണ്ടി SDPI അല്ലാത്ത മറ്റുള്ള രാഷ്ട്രീയക്കാർ രംഗത്ത് വരുമോ? കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവവികാസമായിരുന്നു SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളും SDPI നിരോധനമടക്കം ഉണ്ടാകുമോ എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ രാജ്യത്തെമ്പാടുമുണ്ടായി. ഇപ്പോഴേ SDPI അതിനെതിരെ ആദ്യം മുതൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യമെമ്പാടും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. EDയും കേന്ദ്ര സർക്കാർ EDയെ ഉപയോഗിച്ചുകൊണ്ട് ED എന്ന അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് RSS നിയന്ത്രിതമുള്ള കേന്ദ്ര സർക്കാർ പാർട്ടിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ കിട്ടാതാവുമ്പോൾ ആ രാഷ്ട്രീയ ചോദ്യങ്ങൾ പ്രശ്നമാവുന്നത് കൊണ്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് എന്നതായിരുന്നു SDPIയുടെ ആദ്യം മുതലുള്ള നിലപാട് എന്നുള്ളത്. ഇപ്പോഴ് അതിൽ ഒരു സമര സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെമ്പാടും ഇത്തരം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധ സംഗമങ്ങൾ ഓരോ ജില്ലയിലും പാർട്ടി നടത്തുന്നുണ്ട്, SDPI നടത്തുന്നുണ്ട്. അത്തരം പ്രതിഷേധ സംഗമങ്ങളിൽ ബാക്കിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അടക്കം ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഉദാഹരണത്തിന് കേരളത്തിലുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ CPMഉം കോൺഗ്രസും മുസ്ലിം ലീഗും അതുപോലെ തന്നെ മറ്റു പ്രമുഖമായ കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ തങ്ങളുടെ പ്രതിഷേധ സംഗമത്തിൽ വിളിച്ചിട്ടുണ്ടെന്നും ക്ഷണിതാക്കളായിട്ട് ക്ഷണിച്ചിട്ടുണ്ടെന്നുമാണ് അവരുടെ നേതൃത്വം പറയുന്നത്. ഇന്നും നാളെയും മറ്റുള്ള ദിവസങ്ങളുമായിട്ട് ഓരോ ജില്ലകളിലും കേരളത്തിലുള്ള ഓരോ ജില്ലകളിലും അതിന്റെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിനിധികളുടെ പങ്കാളിത്തം, അതായത് SDPIയെ രാഷ്ട്രീയമായി ഒരുപാട് എതിർക്കുന്ന രണ്ട് മുന്നണികളുടെ കക്ഷികളായ കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ് ഇവരുടെയൊക്കെ അംഗങ്ങൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ബാക്കിയാകുന്നത്. യഥാർത്ഥത്തിൽ SDPI ലക്ഷ്യം വെക്കുന്നത് രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന ഈ ഭരണഘടനാ പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ ജനാധിപത്യ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ള ഒരു വളരെ വലിയൊരു ഉദ്ദേശമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന ഒരു സർക്കാരാണ് നിലവിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നും രാഷ്ട്രീയമായി എതിർക്കുന്നതിന്റെ പേരിൽ നാളെ ഈ ഒരു അവസ്ഥ ഏതൊരു പാർട്ടിക്കും ബന്ധപ്പെട്ട നേതൃത്വത്തിനും ഉണ്ടാവാമെന്നും അതുകൂടാതെ തന്നെ മറ്റുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവാമെന്നും ഇതൊരു ഫാസിസ്റ്റ് സാഹചര്യം രാജ്യത്ത് രൂപപ്പെടുമെന്നുമുള്ള ഒരു കാര്യമാണ് SDPI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾക്ക് SDPI ആസൂത്രണം ചെയ്യുന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇന്ന് നടന്ന ചില പരിപാടികളിൽ പ്രധാനപ്പെട്ട മുഖ്യധാര പാർട്ടികളുടെ ആളുകൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയും വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റുള്ള ചെറു പാർട്ടികളുടെ INL വെൽഫെയർ പാർട്ടി, PDP അല്ലെങ്കിൽ മറ്റു സംഘടനകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, ആക്ടിവിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇത് അല്ലാതെയുള്ള മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വം ഇതിൽ പങ്കെടുത്താൽ അത് ചരിത്രമായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും നിലവിലുള്ള രാജ്യത്തിന്റെ അവസ്ഥ എന്നുള്ളത് അത് വലിയ രീതിയിലുള്ള ജനാധിപത്യ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് SDPI തന്നെ ഇതിന് മുൻകൈയെടുത്ത് അവരുടെ ദേശീയ പ്രസിഡന്റായ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നുള്ളത്. കേരളീയ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ കൃത്യമായിട്ട് രണ്ട് മുന്നണികളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രബലമായ പാർട്ടികൾ SDPIയോടുള്ള ഈ സമീപനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ, അല്ലെങ്കിൽ RSS നിയന്ത്രിത ഭരണകൂടം പറയുന്ന കാര്യങ്ങൾ തന്നെ അവർ ആവർത്തിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. ഈ പ്രതിഷേധ പരിപാടികളിൽ, ഈ പ്രതിഷേധ സംഗമങ്ങളിൽ ബാക്കിയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്താൽ അത് വലിയ രീതിയിലുള്ള ചരിത്രമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും രാജ്യത്ത് നിലവിലുള്ള സാമൂഹിക സാഹചര്യം പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് BJPക്കെതിരെയോ RSSനെതിരെയോ സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ പ്രതിപക്ഷ കക്ഷികൾക്കൊക്കെ ഐക്യകണ്ഠേനയുള്ള
കാര്യമാണ്. അവർക്കൊക്കെ ആ കാര്യത്തിൽ ആ ഒരു എല്ലാവരും യോജിപ്പിലാണ്, ഐക്യമാണ് ഈ കാര്യത്തിലുള്ളത്. പ്രതിപക്ഷ കക്ഷികളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ കക്ഷികളെയും രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷ നേതാക്കളെയും കേന്ദ്രം ലക്ഷ്യം വെച്ച് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുവെന്നും അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്നും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരണമെന്നുമുള്ള ആവശ്യം അല്ലെങ്കിൽ ഒരു നിലപാട് ഈ പ്രതിപക്ഷ കക്ഷികൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരം ഒരു പ്രതിഷേധങ്ങൾക്ക് മേൽനോട്ടം നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത് SDP എന്ന് അവർ വളരെയധികം വിയോജിപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളത് അവരെ വളരെയധികം കുഴപ്പത്തിലാക്കുന്നുണ്ട്. അല്ലാതിടത്ത് മറ്റൊരു സാഹചര്യത്തിൽ മറ്റൊരു കക്ഷിയും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്നില്ല എന്നുള്ളതും ഇവരെ പരിഗണിക്കുന്ന വിഷയമാണ്. കാരണം കേന്ദ്രത്തിനെതിരെ തങ്ങളുടെ ഏതെങ്കിലും നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയപരമായ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും സ്വാഭാവികമായിട്ടും അതിനെതിരെ രംഗത്ത് വരുന്ന രാഷ്ട്രീയ കക്ഷികളായ ഈ പ്രമുഖമായ പാർട്ടികൾ അവർ ഇതുവരെയും ഇത്തരത്തിലുള്ള പ്രത്യക്ഷമായ സമരങ്ങൾ ഈ ഏജൻസികൾക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയോ നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് SDP അവർ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് കൃത്യമായിട്ട് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടന നൽകുന്ന പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളുകളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കി രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് ഏകാധിപത്യത്തിലേക്കും ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്കും പൂർണ്ണമായിട്ടും മാറ്റപ്പെടുമെന്നും രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ തകർക്കപ്പെടുമെന്നുമാണ് SDP പറയുന്നുള്ളത്. ഏതായാലും MK ഫൈസിയുടെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് സമരരംഗത്ത് ഉണ്ട് എന്ന് SDP ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുണ്ട്. മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ കൂടി തങ്ങളുടെ കീഴിൽ അണിനിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികൾക്കാണ് ഇപ്പോൾ പാർട്ടി SDP ശ്രമിക്കുന്നുള്ളത്. അത് എത്രത്തോളം കണ്ട് വിജയിക്കുമെന്ന് ഈ വരും ദിവസങ്ങളിലെ വ്യക്തമാവും. ഏതായാലും രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ ഏറ്റവും മികവാർന്ന രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ശബ്ദമായിട്ട് നിലവിൽ SDP മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്.